നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു നല്ല പൂന്തോട്ടം അത് ആഗ്രഹിക്കാത്തവരായി ആരുണ്ട്? അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഉദ്യാനത്തിൽ ഒരുപാട് മനോഹരവും എളുപ്പത്തിൽ വളർത്താനും പറ്റുന്ന ഒരു പൂച്ചെടിയെക്കുറിച്ചാണ്. വിൻഗ അല്ലെങ്കിൽ നിത്യകല്യാണി. ഒരിക്കൽ പൂവിടാൻ തുടങ്ങിയാൽ ദിവസവും നമ്മുടെ തോട്ടം നിറച്ചിരിക്കും ഈ ചെടി. സൂര്യപ്രകാശം നല്ലതുപോലെ ലഭിക്കുന്ന സ്ഥലത്താണ് ഏറ്റവും നന്നായി വളരുന്നത്. രാവിലെ സൂര്യപ്രകാശവും ഉച്ചയ്ക്ക് നേരിയ തണലും കിട്ടുന്ന സ്ഥലമാണ് ഏറ്റവും അനുയോജ്യം. ഈ ചെടിക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. മണ്ണൊന്ന് വരണ്ടാൽ വെള്ളം കൊടുക്കാം. വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോകുന്ന രീതിയിലുള്ള മണ്ണിലാണ് ഏറ്റവും മികച്ച രീതിയിൽ ഇത് വളരുന്നത്. ചട്ടികളിൽ നടുമ്പോൾ വെള്ളം വാർന്നു പോകുന്നു എന്ന് ഉറപ്പുവരുത്തണം. അതായത് ഡ്രൈനേജ് ഹോൾ അടയാതെ നോക്കണം. സാധാരണ നമ്മുടെ മണ്ണ്, അല്പം മണൽ, ജൈവവളം കൂടി മിക്സ് ചെയ്ത് നമുക്കിത് നട്ടുകൊടുക്കാം. അധികം വളം കൊടുക്കേണ്ട കാര്യമില്ല. അധികം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫംഗസ് ബാധ മൂലം ചെടികൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. വാടിപ്പോകുന്ന പൂക്കളും ഉണങ്ങിയ ഇലകളും കൊമ്പുകളും മറ്റും നമുക്ക് സമയോചിതമായി നീക്കം ചെയ്യണം. ഇത് പുതിയ പൂക്കൾ വളരാനും ചെടിയുടെ സുന്ദര ആകൃതി നിലനിർത്താനും ഒരുപാട് സഹായിക്കും. ഈ ഒരു ചെടിയെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വർഷം മുഴുവനും പുതുപുത്തൻ കൊമ്പുകളും മനോഹരമായ പൂക്കളും സമ്മാനിക്കും. വിത്ത് നട്ടും കമ്പ് മുറിച്ച് നട്ടും നമുക്ക് ഈ ചെടിയെ കൂടുതൽ വളർത്താൻ പറ്റും. ഇത് കണ്ടില്ലേ, അങ്ങനെ കൊമ്പ് മുറിച്ചു കുത്തി വന്നതാണ്. അതിലും നല്ല തളിർപ്പുകളായി വരുന്നുണ്ട്. പല നിറങ്ങളിൽ വിൻഗ റോസ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ചട്ടിയിലോ മണ്ണിലോ വളർത്താം. മുറ്റത്തോ സൂര്യപ്രകാശം ലഭിക്കുന്ന ബാൽക്കണിയിൽ പോലും നമുക്കിത് വളർത്തിയെടുക്കാം. ചെറുപരിചരണത്തിൽ തന്നെ നിറവും ചാരുതയും നിറയ്ക്കുന്ന ഈ ചെടി നിങ്ങളുടെ തോട്ടത്തിലെ ഒരു താരമായിരിക്കും. നിങ്ങളിൽ ആരെങ്കിലും ഈ വിൻഗ ചെടി വളർത്തുന്നവരാണോ? കമൻ്റായി അറിയിക്കണേ കേട്ടോ. അപ്പോൾ തോട്ടത്തിനും വീടിനും നിറവും സൗന്ദര്യവും പകരുന്ന ഈ ചെടി വളർത്തിക്കോളൂ. അതിൻ്റെ പൂക്കൾ കാണുമ്പോൾ നിങ്ങളിലും സന്തോഷം നിറയും. നന്ദി, നമസ്കാരം.